വെള്ളാപ്പള്ളി CPI പോര് തുടരുകയാണ്. CPI നിലപാട് ഇടതുമുന്നണിയിൽ അനൈക്യമുണ്ടാകുമെന്ന തോന്നൽ ഉണ്ടാക്കിയെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തുന്നത്. ഇടതുമുന്നണിയുടെ ശക്തി പിന്നാക്കക്കാരാണെന്ന് CPI മനസ്സിലാക്കണമെന്നും ബിനോയ് വിശ്വത്തോട് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. CPI ആത്മാർത്ഥമുണ്ടെങ്കിൽ അവർക്ക് ഈ തവണ കിട്ടിയ സീറ്റുകൾ എത്ര എന്ന് അതൊന്ന് പരിശോധിക്കട്ടെ. ആ ത്രിതല പഞ്ചായത്ത് അവർക്ക് കിട്ടിയ സീറ്റുകളുടെ എണ്ണം പരിശോധിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാം. അവരുടെ സീറ്റ് വളരെ കുറഞ്ഞു പോയി. അതിന്റെ കാരണം എന്ത്? അവർ സ്വയം പഠിക്കട്ടെ. അവരൊന്നും മനസ്സിലാക്കണ്ടേ? അവരുടെ പിൻബലം എന്നുള്ളത് ഇവിടുത്തെ പിന്നോക്കക്കാരൻ്റെയും പട്ടികജാതിക്കാരൻ്റെയും പിൻബലമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ. അതും മനസ്സിലാക്കാതെ എന്നെ തള്ളാൻ ഇനി മാത്രം കാര്യം എന്താണ്? പിന്നെ അദ്ദേഹം ഇവിടെ വന്നു കാശ് മേടിക്കും, കൈ തരും. കാശ് മേടിച്ചപ്പോൾ എന്നോട് പറഞ്ഞതൊക്കെ ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ മര്യാദ കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എന്നാൽ മുന്നണിക്ക് മാർക്കിടാൻ വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ല എന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തിരിച്ചടിച്ചത്. CPIക്കാർ പണം വാങ്ങിയെന്ന ആരോപണവും ബിനോയ് വിശ്വം നിഷേധിച്ചു. വെള്ളാപ്പള്ളിയെക്കുറിച്ചുള്ള തന്റെ നിലപാടുകൾ ജനം വിലയിരുത്തട്ടെ എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അതേസമയം വെള്ളാപ്പള്ളി വർഗീയവാദി അല്ല എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ബിനോയ് വിശ്വം അല്ല പിണറായി വിജയൻ. വളരെ ശരിയാണത്, വളരെ ശരിയാണത്. അതുകൊണ്ട് എൻ്റെ കാര്യം നിലപാട് ഞാൻ പറയും, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും നിലപാടും അദ്ദേഹം പറയും. ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം. അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയാം, വെള്ളാപ്പള്ളിയെ അറിയാം. അവർക്ക് എല്ലാവരെയും അറിയാം. അവർ തീരുമാനിക്കട്ടെ. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, LDFനോ അത് ഏതെങ്കിലും പാർട്ടിക്കോ മാർക്കിടാനോ തെറ്റ് ശരിയും പറയാനോ ഞങ്ങളാരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി അല്ല LDF. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും വെള്ളാപ്പള്ളിയുടെ ഒരു ഉപദേശവും കാത്തിരിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലപാടെന്താണെന്ന് പാർട്ടി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഞാനതിൽ എടുത്ത നിലപാട് ഇന്നലെ തന്നെ എന്നോട് ചോദിച്ചെടുത്തപ്പോൾ നമ്മൾ എടുത്ത നിലപാട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് കേരളത്തിലെ സാമുദായിക പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ നേതാവാണ്. അദ്ദേഹം മതനിരപേക്ഷത ഉൾപ്പെടെയുള്ള ജനാധിപത്യം ഉൾപ്പെടെയുള്ള നിലപാടുകളോട് പലപ്പോഴും അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം സന്ദർഭങ്ങളിലും ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരാളാണ്. ആ പ്രതികരണത്തെ പൂർണ്ണമായിട്ട് പാർട്ടി അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയും ഞങ്ങൾ അംഗീകരിക്കുന്നു. അതാണ് ഞങ്ങളുടെ നിലപാട്. ഒരാൾ ഒരു കാര്യം പറഞ്ഞ ഉടനെ തന്നെ ആൾ വർഗീയവാദിയാവുമോ? നിങ്ങൾ ഈ എന്ത് പ്രവർത്തനം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിലല്ലേ നോക്കാം. മുസ്ലിം ലീഗിനെതിരെയുള്ള ആക്ഷേപവും വെള്ളാപ്പള്ളി തുടർന്നു. ലീഗ് മതസൗഹാർദ്ദം തകർത്ത് കലാപത്തിന് ശ്രമിക്കുന്നുവെന്നാണ് ആക്ഷേപം. മലബാറിൽ എയ്ഡഡ് സ്കൂളുകൾ അനുവദിച്ചില്ലെന്ന ആരോപണം ഇന്നും വെള്ളാപ്പള്ളി ആവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. TV പ്രസാദ് ആണ് ചേരുന്നത്. TV പ്രസാദ്, CPM സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് വർഗീയവാദി അല്ല വെള്ളാപ്പള്ളി. ആ പരാമർശം തിരുത്തിയില്ലെങ്കിൽ അപ്പോൾ നോക്കാമെന്നതാണ്. ഇപ്പോഴിതാ ഇന്നും വാർത്താ സമ്മേളനത്തിൽ അധിക്ഷേപം തുടരുകയാണ്. വർഗീയത പച്ചയ്ക്ക് പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ കർശനമായ നിലപാടെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ യോഗനാഥത്തിലെ മുഖപ്രസംഗം നമ്മൾ കണ്ടതാണ്. CPMനെ ആവോളം പുകഴ്ത്തുകയും CPIയെ പ്രതിസ്ഥാനത്ത് നിർത്തി വാശിയോടെ തന്നെ വിമർശിക്കുകയും ചെയ്യുകയാണ് വെള്ളാപ്പള്ളി. CPM നിലപാട് അത് നിർണായകം തന്നെയാണല്ലേ TV പ്രസാദ്? ഉറപ്പായും വിനീത, CPIഎമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും ചെലവിൽ CPIയെ വിമർശിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെയാണ് നമ്മൾ കാണുന്നത്. CPIഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കുന്നത് നമ്മൾ കാണുമ്പോൾ അതിന് നിന്നുകൊടുക്കാത്ത സമീപനമാണ് CPI സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശനെ കാര്യമായി വിമർശിക്കുന്നുണ്ട്. മാത്രമല്ല പണം വാങ്ങിപ്പോയിരുന്നു തുടങ്ങിയ മോശം പ്രസ്താവനകളോട് അതേ രീതിയിൽ തന്നെയാണ് ബിനോയ് വിശ്വം മറുപടി പറഞ്ഞത്. മാത്രമല്ല അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് LDFനെ കുറിച്ചും LDFന്റെ ചില കാര്യങ്ങളെക്കുറിച്ചും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. അതിന് മാർക്കിടാനും അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനും വെള്ളാപ്പള്ളി നടേശനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് അത് CPIയുടെയും ബിനോയ് വിശ്വത്തിൻ്റെയും ഒരു മുന്നറിയിപ്പും കൂടിയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് നമ്മുടെ റിപ്പോർട്ടർ റഹീസ് റഷീദിനെ തീവ്രവാദി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതിന് പിന്നാലെ ഇന്നും വർഗീയത വിളമ്പുന്ന രീതിയിലുള്ള പ്രസ്താവന വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ്. വെള്ളാപ്പള്ളിയെ തള്ളാൻ CPIഎമ്മിന് കഴിയുന്നില്ല എന്നുള്ളതും വലിയ പ്രശ്നമായി തന്നെ നിൽക്കുകയുമാണ് വിനീത. ശരി, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.